ഞാൻ ഒരു കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെക്രട്ടറി ആയിട്ട് ഒരു 9 വർഷം കൊണ്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ആ മേഖലയോട് കുറച്ച് താല്പര്യവും കാര്യങ്ങളും വന്ന് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് സഹകാരിയിലോട്ട് വരുന്നത്. സഹകാരി റേസ് പ്ലസിന്റെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിൽ നമ്മുടെ ആതിര വിജയനാണ്. ആതിര 114 റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ഫസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിലും അല്ലെ അടുത്തൊരു അഡ്വൈസിൽ നമുക്ക് ഉറപ്പിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നിലവിൽ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഞാൻ കുമാരപുരം സർവീസ് കോപ്പറേറ്റീവ് കുമാരപുരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇപ്പൊ 6 മാസമായില്ലേ? 6 മാസത്തോളം ആയി ശരിക്കും. അപ്പോൾ കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ എങ്ങനെയാ നമുക്ക് സഹകാരിലേക്ക് ആദ്യം വരുന്നത്? എങ്ങനെയാ? ഞാൻ ഇതേപോലെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോസ്. അങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്നും പറഞ്ഞ് കേറിയതാ. വെബിനാറിൽ കേറിയിട്ട് പിന്നെ ജോയിൻ ചെയ്തതാണ്. JCA ആണ് ഫസ്റ്റ് വന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പിന്നെ കേരള ബാങ്ക് കൂടെ പിന്നെ ആഡ് ചെയ്ത് കേറിയത്. JCA നമുക്ക് അത്യാവശ്യം കേരള ബാങ്ക് കുഴപ്പമില്ലേ? കേരള ബാങ്ക് JCA ആയിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തതാണ്. കേരള ബാങ്ക് റാങ്ക് ഇച്ചിരി ബാക്കിലോട്ട് പോയി, കുഴപ്പമില്ല. അപ്പൊ JCA നമുക്ക് മാർക്ക് ഉള്ളേണ്ട കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇച്ചിരി അങ്ങോട്ട് ചവിട്ടി വിട്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് രണ്ടിലും കേരള ബാങ്ക് അഡ്വൈസ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു റാങ്ക് തന്നെയാണ്. കാര്യം നമുക്ക് പകുതിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു റാങ്കാണ്. പിന്നെ കേരള ബാങ്കിന്റെ പ്രശ്നങ്ങൾ കുറഞ്ഞാൽ തീരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് NJD വേക്കൻസി വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും 2 ലിസ്റ്റും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പൊ മോളുടെ ആ ഒരു ശരിക്കുള്ള ഇൻസ്പിറേഷൻ ആരാണ്? ഞാൻ ഒരു കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെക്രട്ടറി ആയിട്ട് ഒരു 9 വർഷം കൊണ്ട് വർക്ക് ചെയ്തതാണ്. അപ്പൊ എനിക്ക് ആ മേഖലയോട് കുറച്ച് താല്പര്യവും കാര്യങ്ങളും വന്ന് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് സഹകാരിയിലോട്ട് വരുന്നത്. അവിടുത്തെ മെന്റേഴ്സ് ആയാലും ടീച്ചേഴ്സ്, മെന്റർ നേഹയായിരുന്നു. അവരെല്ലാം നല്ല സപ്പോർട്ട്. അതുപോലെ സാറ് ക്ലാസ്സുകളെല്ലാം വളരെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വിചാരിച്ച ആ ഒരു ഇതിലെത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലായിടത്തും പറയാനുള്ളതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരിക്കും. സഹകാരി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്ലാൻ ഉണ്ടാവും. അപ്പൊ നിർബന്ധമായും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്ലാൻ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ട് ആ ഒരു ഡെയിലി വരുന്ന ക്ലാസ്, അതിന്റെ ഡെയിലി എക്സാംസ് കൃത്യമായിട്ട് ആ ടൈം ലിമിറ്റിനുള്ളിൽ എഴുതി വീക്കിലി എക്സാംസ് ഒക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്? എനിക്കെല്ലാം ഒരു 10 റാങ്ക് ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പൊ ഓരോ ദിവസവും അതുപോലെ ഉള്ള എക്സാംസ് അല്ലെങ്കിൽ വീക്കെൻഡിൽ വരുന്ന വീക്കിലി എക്സാംസിലൊക്കെ നമ്മളെ പെർഫോമൻസ് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ലേ നമ്മളെ എത്തും എന്നുള്ള? ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് ആ ഒരു ലെവലിലേക്ക് ബാച്ചിൽ അല്ലേ? ഒരു ബാച്ചല്ല, 1-2 ബാച്ചുകളുണ്ട്, 6-7 ബാച്ചുണ്ട്. അപ്പൊ ഓരോ ബാച്ചിലും നമ്മൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ടോപ്പർ ആവുക എന്നുള്ളതാണ് നിങ്ങൾ അഡ്വൈസ് ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ. കാര്യം നമുക്ക് കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ സിസ്റ്റം എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ എക്സാംസ് കൃത്യമായിട്ട് എഴുതിയേ പറ്റുള്ളൂ, എഴുതാതെ ഒരു പരിപാടി നടക്കത്തില്ല. എനിക്ക് പറയാനുള്ളത്, ആതിരെ മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യുക, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആതിരയുടെയും നമ്മുടെ വിജയാശംസകൾ.